ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ വളപട്ടണത്തിലാണ്. വളപട്ടണം പഞ്ചായത്തിലെ കളരിവാതുക്കൽ വാർഡിലെത്തിക്കഴിഞ്ഞാൽ ഒരു കൊമ്പൻ മീശക്കാരനായ ഒരു അത്യുഗ്രൻ സ്ഥാനാർത്ഥി നമുക്ക് കാണാം. UDF സ്ഥാനാർത്ഥിയായ ഗിരിധരേട്ടനാണ് ആ കൊമ്പൻ മീശക്കാരൻ. ഗിരിധരേട്ടൻ എത്ര കാലമായി ഈ മീശ വളർത്താൻ തുടങ്ങിയിട്ട്? മീശ കുറേ കാലമായി സാർ. പെൻഷനായിട്ട് 20 വർഷം, അതിനുശേഷം ഒരു 10-20 വർഷം പട്ടാളത്തിലും. ആളുകൾ വോട്ട് ചെയ്ത് ചെല്ലുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായിരിക്കും അല്ലേ? അല്ല, ഈ നാട്ടിലെ കുട്ടികൾ എന്നെ 24 മണിക്ക് കാണുന്നതാണ്. അതിനൊക്കെ വിശ്വാസമുണ്ട് ഇവിടെ എനിക്ക് കിട്ടുന്നുള്ള മുഴുവൻ വോട്ടും. അതായത് ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന ടീമാണല്ലോ, അതുകൊണ്ട് എനിക്ക് നാട്ടുകാരായിട്ട് ഭയങ്കര ഇടപഴക്കലുണ്ട്. എല്ലാ ഭാഗത്തും ഞാൻ എത്തും, അവർക്ക് സഹായിക്കാൻ വേണ്ടി എത്തും. ആ സമയത്ത് എനിക്ക് വിശ്വാസമാണ് ഈ വോട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പോസ്റ്ററും സ്റ്റാറ്റസ് വീഡിയോയും കളരിവാതുക്കലും വളപട്ടണത്തിലും മാത്രമല്ല, കേരളം മുഴുവൻ ഹിറ്റാണ്. അതാണല്ലോ ഇപ്പോൾ വിളി വരുന്നത്. 4 ഭാഗത്ത് വിളി വരുന്നുണ്ട്. ഇരിക്കാൻ സമയം കുറവാണ്. തലാജിത്ത് സ്റ്റൈലാണെന്നാണ് പറയുന്നത്. ഓ, അത് കന്നഡ തെലുങ്ക് സിനിമകളിലെ നായകന്മാരെയൊക്കെ ഓർമ്മ വരുന്ന ആൾക്കാരാണ്. KGF-ലെ കഥാപാത്രങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. KGF-ലെ കഥാപാത്രം മറ്റെന്നാ അതിൻ്റെ പേര് ഉണ്ട്, എനിക്കറിയാളാ. വിഷ്ണുവർദ്ധൻ മറ്റേ ടീമിലാണ് നോക്കിയത്. പഴയ ടീം അതെല്ലാം ഇങ്ങനെ കൈവിട്ട് പോയ ഒരു വാർഡാണ്. അപ്പോൾ ഇത് അതൊക്കെ തൽക്കാലം ചെറിയ 2 പ്രശ്നത്തിൽ നിന്ന് പോയത്. അത് ഇപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ പോവോ? അത് നമ്മളെ പിള്ളേരായിട്ട് അന്വേഷിക്കണം, പോണോ വേണ്ടത്. നമ്പറായി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരക്കാവൂല്ലേ? തിരക്കാവും. പിന്നെ പ്രശ്നം അതെ നോക്കാം. ഒരു കൈയിട്ട് വാരാൻ നോക്കാം. എല്ലാ ഭാഗത്തും നോക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ അതുപോലെ തന്നെ പ്രചരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. വീട് വീടാന്തരം കയറിക്കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തന്നെ ഏറെ കൗതുകമാണ് ഈ അപ്പൂപ്പനെ കാണുന്ന സമയത്ത്. എന്തായാലും മീശയുള്ള അപ്പൂപ്പൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് തിരിച്ചറിയുന്നത്. സവിശേഷതകളുള്ള സ്ഥാനാർത്ഥികളെ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.